IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾ ആ കടുത്ത സ്ട്രെസ് പീരീഡായ 2 ആഴ്ചത്തെ കാത്തിരിപ്പിലാണോ? അതോ ട്രാൻസ്ഫറിന് മുന്നോടിയായി നിങ്ങളുടെ ഗർഭപാത്രത്തെയും ശരീരത്തെയും ഒരുക്കിയെടുക്കുന്ന നിർണായക ഘട്ടത്തിലാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലക്ഷങ്ങൾ ചിലവഴിച്ചുള്ള നിങ്ങളുടെ IVF ചികിത്സയുടെ വിജയസാധ്യത അല്ലെങ്കിൽ സക്സസ് റേറ്റ് 70% വർദ്ധിപ്പിക്കാൻ ഒരു ഡോക്ടർക്കോ ഹോസ്പിറ്റലിനോ മാത്രമല്ല നിങ്ങൾക്ക് സ്വന്തമായി തന്നെ കഴിയും. 100% എന്ന് ഞാൻ പറയാത്തത് അത് കള്ളം ആയിപ്പോകും. അതുകൊണ്ട് തന്നെയാണ്. അതെ, ഒരു ഡോക്ടർ ചെയ്യുന്ന മെഡിക്കൽ പ്രൊസീജിയറിനോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പിന്തുടരുന്ന ആഹാര രീതികളും ജീവിതശൈലിയും. നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് 7 ഡേയ്സ് IVF സക്സസ് ചലഞ്ച്. നിങ്ങളുടെ വിലയേറിയ ഒരു സെക്കൻഡ് പോലും വെറുതെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഈ സമയവും മാനസികാവസ്ഥയും എത്രത്തോളം പ്രധാനമാണെന്ന് എനിക്ക് അറിയാം. നമുക്ക് നേരിട്ട് കാര്യത്തിലോട്ട് കടക്കാം. ഈ 7 ദിവസത്തെ ചലഞ്ച് കേവലം ഒരു ഡയറ്റ് പ്ലാൻ മാത്രമല്ല. ഇത് എംബ്രിയോ ട്രാൻസ്ഫറിന് മുൻപുള്ളവർക്ക് ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് കൃത്യമാക്കാനും എഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതേസമയം ട്രാൻസ്ഫർ കഴിഞ്ഞവർക്ക് ഗർഭപാത്രത്തിൻ്റെ ഉൾപാളിയായ എൻഡോമെട്രിയത്തിൻ്റെ രക്തയോട്ടം കൂട്ടി ഭ്രൂണത്തെ കൃത്യമായി പിടിച്ചു നിർത്താൻ, അതായത് എംബ്രിയോ ഇംപ്ലാന്റേഷൻ കൃത്യമാക്കാൻ ഇത് സഹായിക്കും. ഈ 7 ദിവസങ്ങളിലും ഓരോ ദിവസവും നമ്മൾ ഓരോ മൈൽ സ്റ്റോണുകൾ പൂർത്തിയാക്കും. ഇന്നത്തെ 1-ാം ദിവസം നമ്മൾ ലക്ഷ്യമിടുന്നത് അൾട്ടിമേറ്റ് IVF ഡയറ്റ് ആണ്. നമ്മൾ പലരും അറിയാതെ കഴിക്കുന്ന ചില സാധാരണ ഭക്ഷണങ്ങൾ ഈ സമയത്ത് ശരീരത്തിൽ വില്ലനാകുകയും ഗർഭധാരണ സാധ്യതയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാറുണ്ട്. അവ എന്തൊക്കെയാണെന്നും അതിന് പകരമായി നാളെ രാവിലെ മുതൽ നിങ്ങളുടെ പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ പോവുകയാണ്. വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്ന ഒരു പ്രധാന ചേരുവ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഇന്ന് തന്നെ മാറ്റേണ്ടി വരും. അത് എന്താണെന്ന് വഴിയേ പറയാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ലക്ഷ്യം നാളെ രാവിലെയുള്ള നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ കൃത്യമാക്കുക എന്നതാണ്. നിങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയ ഉടൻ തന്നെ, അതായത് ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് മുൻപായി രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച 4 ബദാം, 2 ഉണക്ക ഈന്തപ്പഴം, 2 അത്തിപ്പഴം എന്നിവ നിർബന്ധമായും കഴിച്ചിരിക്കണം. നിങ്ങൾ ചോദിച്ചേക്കാം, ഇതെന്തിനാണ് കുതിർത്ത് കഴിക്കുന്നത് എന്ന്. കുതിർക്കുമ്പോൾ ഇവയുടെ പുറംതൊലിയുടെ ദഹനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ ഇല്ലാതാകുകയും പോഷകങ്ങൾ ശരീരത്തിലേക്ക് വേഗം ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ, സിങ്ക്, ഒമേഗ 3 ഗുഡ് ഫാറ്റുകൾ എന്നിവ സ്ത്രീകളിലെ എഗ് ക്വാളിറ്റിയും പുരുഷന്മാരിലെ സ്പേം ക്വാളിറ്റിയും ഒരുപോലെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഗർഭപാത്രത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനുള്ള കരുത്ത് നൽകാൻ ഈ കുതിർത്ത ഡ്രൈ ഫ്രൂട്ട്സിന് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇത് കുതിർക്കാൻ മറന്നുപോയാൽ പകരമായിട്ട് ഒരു നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ കൃത്യമായ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഉണ്ടായിരിക്കണം. കാർബോഹൈഡ്രേറ്റ് കൂടാനായിട്ട് പാടില്ല. ഇതിനായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർത്ത ഉപ്മാവ്, ഓട്സ് ദലിയ, വെജിറ്റബിൾ പോഹ, റാഗി പുട്ട് എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. മുട്ട കഴിക്കുന്നവരാണ് എങ്കിൽ പ്രോട്ടീൻ ലഭ്യതയ്ക്കായിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയോ മുട്ടയുടെ വെള്ളയോ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കുക, രാവിലെ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളിൽ ഒരു കാരണവശാലും വെളുത്ത പഞ്ചസാര ചേർക്കാൻ പാടില്ല. പഞ്ചസാര ശരീരത്തിൽ പെട്ടെന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കേണ്ട ഏറ്റവും സുരക്ഷിതമായ ഒരു പ്രകൃതിദത്ത ചേരുവ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ 2-ാമത്തെ മൈൽ സ്റ്റോൺ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും കൃത്യമായ പോഷകങ്ങളോടെ ക്രമീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഉച്ചഭക്ഷണ പ്ലേറ്റിൽ 3 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തേതാണ് ഇരുമ്പ് സത്തും ഫോളേറ്റും നിറഞ്ഞ പച്ചക്കറികൾ. പാലക് ചീരയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന സാധാരണ പച്ച ചീരയോ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഫോളേറ്റ് ഭ്രൂണത്തിൻ്റെ DNA നിർമ്മാണത്തിനും കോശങ്ങളുടെ ശരിയായ വളർച്ചയ്ക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കലുകൾ ഇല്ലാത്ത ഓർഗാനിക് പച്ചക്കറികൾ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. 2-ാമത്തേതാണ് തൈര്. ഉച്ചഭക്ഷണത്തിൽ 1 കപ്പ് ഫ്രഷ് തൈര് അല്ലെങ്കിൽ മോര് ഉൾപ്പെടുത്തുക. ഇത് ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ നിലനിർത്താനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. IVF ചികിത്സയുള്ളവർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാൽ അത് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ഭ്രൂണം ഒട്ടിപ്പിടിക്കുന്നതിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ വയറ് എപ്പോഴും
ക്ലിയർ ആയിരിക്കാൻ തൈര് സഹായിക്കും. മൂന്നാമത്തേതാണ് കളർഫുൾ പച്ചക്കറികൾ, അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ്സ്. തക്കാളി, ക്യാരറ്റ്, മത്തങ്ങ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി വേവിച്ച തക്കാളി ലൈക്കോപ്പീൻ എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭപാത്രത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്യാരറ്റിലെ വിറ്റാമിൻ എ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് നല്ലതാണ്. രാത്രി ഭക്ഷണം എപ്പോഴും ലളിതവും എളുപ്പം ദഹിക്കുന്നതുമായിരിക്കണം. വെജിറ്റബിൾ കിച്ചടിയോ ഗോതമ്പ് നുറുക്ക് ദലിയോ തിരഞ്ഞെടുക്കാവുന്നതാണ്. രാത്രിയിൽ ചൂടുള്ള തക്കാളി സൂപ്പ് കുടിക്കുന്നത് നല്ലൊരു ശീലമാണ്. 7 തൊട്ട് 8 മണിക്ക് മുൻപായി തന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ചോദിക്കാറുണ്ട്, IVF സമയത്ത് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണോ എന്ന്. ഒരിക്കലുമല്ല. ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുമ്പോൾ അതിലെ നാരുകൾ, അതായത് ഫൈബർ നഷ്ടപ്പെടുകയും അത് വെറും പഞ്ചസാര വെള്ളമായി മാറുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ 5 ഗ്രാം പഞ്ചസാരയാണ് ശരീരത്തിൽ എത്തുന്നതെങ്കിൽ 1 ഗ്ലാസ് ജ്യൂസിന് 4 തൊട്ട് 5 ആപ്പിൾ വേണ്ടി വരുന്നു. ഇത് ശരീരത്തിൽ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂട്ടും. അതുകൊണ്ട് ജ്യൂസിന് പകരം ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊമീഗ്രാനൈറ്റ് ഈ സമയത്ത് കഴിക്കുന്നത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ വളരെ ഉത്തമമാണ്. നമ്മുടെ മൂന്നാമത്തെ മൈൽ സ്റ്റോൺ, വിജയസാധ്യത കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക എന്നതാണ്. ട്രാൻസ്ഫറിന് മുൻപായാലും ശേഷമായാലും ഇനിയും ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിൽ ആദ്യത്തേതാണ് പാക്കറ്റ് ഭക്ഷണങ്ങളും, അതായത് പ്രോസസ്ഡ് ഫുഡ്സും ബേക്കറി പലഹാരങ്ങളും. ബിസ്ക്കറ്റുകൾ, ചിപ്സുകൾ, ഫ്രൈഡ് ഫുഡ്സ്, ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് എന്നിവയിൽ ട്രാൻസ് ഫാറ്റുകളും പ്രിസർവേറ്റീവുകളും ധാരാളമായുണ്ട്. ഇവ ശരീരത്തിലെ കൊളസ്ട്രോൾ കൂട്ടുകയും ഫ്രീ റാഡിക്കലുകൾ നിർമ്മിച്ച് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അടുത്തതായിട്ട് കെഫീൻ. നമ്മൾ മലയാളികൾക്ക് ചായയോ കാപ്പിയോ ഇല്ലാതെ പറ്റില്ല എന്നറിയാം. എന്നാലും അമിതമായ കഫീൻ ശരീരത്തിലെ രക്തക്കുഴലുകളെ ചുരുക്കുകയും ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ ദിവസവും പരമാവധി ഒരു ചെറിയ കപ്പ് ചായയോ കാപ്പിയോ ആയി മാത്രം ചുരുക്കുന്നതാണ് ബെറ്റർ. സോഡകളും എനർജി ഡ്രിങ്കുകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മൂന്നാമതായി, നല്ലതായി വേവിക്കാത്ത ആഹാരങ്ങൾ. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ് എങ്കിൽ പകുതി മാത്രം വേവിച്ച ഇറച്ചിയോ മീനോ മുട്ടയോ കഴിക്കരുത്. ഇതിലെ ലിസ്റ്റീരിയ സാൽമോണല്ല ബാക്ടീരിയകൾ കടുത്ത ഇൻഫെക്ഷന് കാരണമാകും. അമിതമായി മെർക്കുറി അടങ്ങിയ വലിയ മീനുകൾ, ഉദാഹരണത്തിന് സ്രാവ്, വാൾമീൻ ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ മത്തി, അയല അല്ലെങ്കിൽ സാൽമൺ പോലുള്ള ചെറിയ മീനുകൾ കറി വെച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനുകൾ ഏതൊക്കെയാണ് സേഫ്ലി കഴിക്കാൻ പറ്റുന്നതെന്നും ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്നും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണേണ്ടവർക്കായിട്ട് ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും നാലാമതായിട്ടും വളരെ പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ല. ദിവസവും കുറഞ്ഞത് 2 തൊട്ട് 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയം പാളിയിലേക്ക് ആവശ്യമായ രക്തം എത്താനും ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാനും ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെ ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. IVF പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ യൂട്യൂബിലും ഗൂഗിളിലും തിരയുന്ന, നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കടുത്ത ചില സംശയങ്ങൾക്കുള്ള കൃത്യമായ ശാസ്ത്രീയ മറുപടിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിരിക്കുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈന്തപ്പഴം കഴിച്ചാൽ അബോർഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിച്ചാൽ അമിതമായിട്ട് ബോഡി ഹീറ്റ് ആകുമോ, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞവർക്ക് ഈ കുതിർത്ത ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നൊക്കെയുള്ള കാര്യം. പലരുടെയും ധാരണ ഈന്തപ്പഴം കഴിച്ചാൽ ശരീരത്തിൽ അമിതമായിട്ട് ചൂടുണ്ടാകുമെന്നും അത് എംബ്രിയോ നിലനിൽക്കുന്നതിനെ ബാധിക്കുമെന്നുമാണ്. എന്നാൽ ശാസ്ത്രീയമായി ഇതിൽ ഒരു സത്യവുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അവയുടെ തെർമോജനിക് പ്രോപ്പർട്ടി പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കുതിർക്കുമ്പോൾ ഇവ തണുത്ത പ്രകൃതമുള്ളതായി മാറുകയും ദഹനം വളരെ എളുപ്പമാവുകയും ചെയ്യും. അതിനാൽ ട്രാൻസ്ഫർ കഴിഞ്ഞ് റെസ്റ്റിൽ ഇരിക്കുന്നവർക്കും മുൻപുള്ളവർക്കും ഇത് പൂർണ്ണമായിട്ട് സുരക്ഷിതമാണ്. മാത്രമല്ല, ഇതിലെ അയൺ ഗർഭപാത്ര ഭിത്തിയെ കൂടുതൽ ശക്തമാക്കിയാണ് ചെയ്യുന്നത്. പാല് കുടിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ IVF ചെയ്യുന്ന സ്ത്രീകൾ പാക്കറ്റ് പാൽ കുടിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? IVF സമയത്ത് പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ ലഭിക്കാൻ പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ നമ്മൾ വാങ്ങുന്ന സാധാരണ പാക്കറ്റ് പാലുകളിൽ ഹോർമോൺ ഇഞ്ചക്ഷൻ നൽകിയ പശുക്കളുടെ പാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസിനെ തകിടം മറിക്കും. അതിനാൽ സാധിക്കുമെങ്കിൽ ഓർഗാനിക് പാൽ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
കൂടാതെ പാൽ അമിതമാകരുത്. ദിവസവും ചെറിയ 2 ഗ്ലാസ് പാല് നന്നായിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ലോ ഫാറ്റ് മിൽക്ക് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. വയറിൻ്റെ ആരോഗ്യം ശരിയാക്കാൻ തൈര് കഴിക്കാൻ ഞാൻ പറഞ്ഞു. എന്നാൽ ജലദോഷം വരുമെന്ന് പേടിച്ച് തൈര് ഒഴിവാക്കിയാൽ അത് നിങ്ങളുടെ IVF സക്സസ് റേറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? തൈര് ഫ്രിഡ്ജിൽ വെച്ച് കടുത്ത തണുപ്പോടെ കഴിക്കുമ്പോഴാണ് പലർക്കും ജലദോഷവും സൈനസൈറ്റിസും ഒക്കെ വരുന്നത്. തൈര് ഒരിക്കലും തണുപ്പിച്ച് കഴിക്കരുത്. സാധാരണ റൂം ടെമ്പറേച്ചർ ഉള്ള ഫ്രഷ് തൈര് മാത്രം നിങ്ങൾ കഴിക്കുക. എന്നിട്ടും ബുദ്ധിമുട്ടുള്ളവർക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പം ജീരകവും ഇഞ്ചിയും ചേർത്ത് ആ തൈരിനെ മോരാക്കാവുന്നതാണ്. അതും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ സ്വന്തമായിട്ട് തൈര് കഴിക്കാതെ നിങ്ങളുടെ IVF ഡോക്ടറോട് പറഞ്ഞ് ഒരു സുരക്ഷിതമായ പ്രോബയോട്ടിക് സപ്ലിമെന്റ് എഴുതി വാങ്ങി കഴിക്കുക. ഗട്ട് ഹെൽത്ത് മോശമായാൽ എംബ്രിയോ ഇംപ്ലാന്റേഷൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ഫർ കഴിഞ്ഞ് എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, ശക്തിയായി മുക്കിയാൽ കുഞ്ഞ് പുറത്തു പോകുമോ? IVF സെന്ററുകളിലും എന്നോടും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു പേടിയുടെ പിന്നിലെ സയൻസ് ഇതാണ്. ഒന്നാമത്തെ കാര്യം, മലം പോകാൻ ശക്തിയായി മുക്കുമ്പോൾ കുഞ്ഞ് പുറത്തു പോകില്ല. അത് വെറും ഒരു പേടി മാത്രമാണ്. എന്നാൽ കടുത്ത കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാൽ ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള രക്തയോട്ടം കുറയും. IVF പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇഞ്ചക്ഷനുകളും ഗുളികകളും കഴിക്കുന്നത് കൊണ്ട് കുടലിന്റെ ചലനം പതുക്കെയാകുന്നത് കോൺസ്റ്റിപ്പേഷന് കാരണമാകും. ഇതിന് പരിഹാരമായി ദിവസവും 3 to 4 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ ചീര, ഓട്സ് പോലുള്ള നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂട്ടുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ലാക്സേറ്റീവ്സ് വാങ്ങി കഴിക്കാതെ നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞ് സുരക്ഷിതമായ സ്റ്റൂൾ സോഫ്റ്റേഴ്സ് മാത്രം ഉപയോഗിക്കുക. IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്നവർക്ക് പപ്പായ, പൈനാപ്പിൾ, ചക്ക ഇവയൊക്കെ കഴിക്കാമോ? ഈ ഫ്രൂട്ട്സ് ഒക്കെ അബോർഷൻ ഉണ്ടാക്കുമോ? ഈ ഫ്രൂട്ട്സിനെ പേടിക്കേണ്ടതുണ്ടോ? പച്ച പപ്പായയിലും പൈനാപ്പിളിലും അടങ്ങിയിരിക്കുന്ന ചില എൻസൈമുകൾ ഗർഭപാത്രത്തിൽ ചെറിയ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവിക ഗർഭധാരണത്തിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും IVF പോലുള്ള വിലയേറിയ ചികിത്സകളിൽ നമ്മൾ ഒരു ചെറിയ റിസ്ക് പോലും എടുക്കാൻ പാടില്ല. അതിനാൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 2 ആഴ്ചത്തേക്ക് പപ്പായയും പൈനാപ്പിളും പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. എന്നാൽ പഴുത്ത ചക്ക ചെറിയ അളവിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതിനാൽ അമിതമാകരുത്. പകരമായി ആപ്പിൾ, പൊമിഗ്രാനൈറ്റ്, ഓറഞ്ച് എന്നിവ ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഭൂരിഭാഗം സ്ത്രീകളും വിചാരിക്കുന്നത് ഗ്രീൻ ടീ ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ്. നല്ലത് തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ IVF ചെയ്യുന്നവർ ഗ്രീൻ ടീ കുടിച്ചാൽ അത് ഗർഭധാരണത്തെ തടയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും ഹെൽത്തി ഓപ്ഷൻ എന്ന് കരുതി ഗ്രീൻ ടീയിലേക്ക് മാറാറുണ്ട്. എന്നാൽ ഗ്രീൻ ടീയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് ശരീരത്തിൽ ഫോളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തും. IVF വിജയത്തിന് ഫോളിക് ആസിഡ് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. അതിനാൽ ദിവസം 1 കപ്പിൽ കൂടുതൽ ഗ്രീൻ ടീയും കുടിക്കരുത്. സാധാരണ ചായയും കാപ്പിയും ദിവസവും ഒരു ചെറിയ കപ്പായി ചുരുക്കുക. ചായയ്ക്ക് അടിമകളായവർക്ക് കഫീൻ ഇല്ലാതെ ഏലക്കയോ ഇഞ്ചിയോ ഇട്ട് ഹെർബൽ ചായകൾ കുടിക്കാവുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വെളുത്ത പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന അപ്രകൃതിദത്ത ചേരുവ മറ്റൊന്നുമല്ല, കരിപ്പെട്ടി അല്ലെങ്കിൽ നല്ല ശുദ്ധമായ തേനാണ്. ഇവ ഇൻസുലിൻ ലെവൽ പെട്ടെന്ന് വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ശരീരത്തിന് ആവശ്യമായ മിനറലുകൾ നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡേ 1 ചലഞ്ച് ഇവിടെ വിജയകരമായി പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ ഇതാണ്. നാളെ രാവിലെ മുതൽ കുതിർത്ത ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജങ്ക് ഫുഡുകൾ അടുക്കളയിൽ നിന്ന് തന്നെ മാറ്റുക. ദിവസവും 3 to 4 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്കും രാത്രിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 7 ദിവസത്തെ ചലഞ്ച് പൂർത്തിയാക്കാൻ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഡേ 1 ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്രയും കമൻറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കമൻറ്റ് എത്രയും കൂടുതലാണോ അത്രയും എളുപ്പമായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരിക. അതുകൊണ്ട് തന്നെ കമൻറ്റും ലൈക്കും ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും വിജയത്തിലേക്കുള്ള ആഗ്രഹത്തിൻ്റെയും തെളിവാണ്. ഞാൻ ഓരോ കമൻറ്റും നേരിട്ട് വായിക്കുന്നതായിരിക്കും, കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. ഇന്നത്തെ ഡയറ്റ് പ്ലാനും പ്രധാന ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയല്ലോ. 1-ാം ദിവസത്തെ ഈ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വലിയ പോസിറ്റീവ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ഡയറ്റ് എന്നത് വിജയത്തിലേക്കുള്ള ഒരു പകുതി വഴി മാത്രമാണ്. ബാക്കി പകുതി എന്താണെന്ന് അറിയാമോ? അത് നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടവും നിങ്ങളുടെ മാനസികാവസ്ഥയുമാണ്, അതായത് മൈൻഡ് സെറ്റുമാണ്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ബെഡ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമുണ്ട്, അമിതമായ പേടിയും സ്ട്രെസ്സും. റിസൾട്ട് പോസിറ്റീവ് ആകുമോ അതോ നെഗറ്റീവ് ആകുമോ, എനിക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്നൊക്കെയുള്ള അമിത ചിന്തകൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോൺ നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ഭ്രൂണം ഒട്ടിപ്പിടിക്കുന്നതിനെ, അതായത് ഇംപ്ലാന്റേഷനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും.
അതുകൊണ്ട് നാളത്തെ ഡേ 2 ചലഞ്ച് ഇന്നത്തേക്കാൾ നിർണായകമാണ്. നാളെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. IVF ചെയ്യാൻ ഒരുങ്ങുന്നവർക്കും IVF പ്രൊസീജിയറിലൂടെ കടന്നു പൊക്കോണ്ടിരിക്കുന്നവർക്കും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞവർക്കും ഒക്കെ പൂർണ്ണമായിട്ട് സുരക്ഷിതമായിട്ട് സ്വന്തം ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം ഇരട്ടിയാക്കുന്ന ചില പ്രത്യേക മൂവ്മെൻറ്റുകൾ ഉണ്ട്. അത് ഞാൻ നാളെ കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ എൻഡോമെട്രിയം പാളിയെ കൂടുതൽ കരുത്തുള്ളതാക്കും. അതുപോലെ തന്നെ ഈ 2 ആഴ്ചത്തെ കാത്തിരിപ്പിലെയും അതിനു മുൻപായിട്ടുമുള്ള അനാവശ്യ ഭയവും നെഗറ്റീവ് ചിന്തകളും നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന പവർഫുൾ ആയ ചില സൈക്കോളജിക്കൽ ടെക്നിക്കുകളും നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ IVF വിജയത്തിന് ഈ 2 കാര്യങ്ങളും ഒഴിവാക്കാനാവാത്തതാണ്. അതുകൊണ്ട് നാളത്തെ വീഡിയോ ഒരു കാരണവശാലും മിസ്സാകരുത്. അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നാളെ ഇതേ സമയം ഡേ 2 ചലഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഈ പുതിയ ഡയറ്റിലൂടെ കിട്ടിയ പോസിറ്റീവ് എനർജി നിലനിർത്തുക. വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് തന്നെ എത്തും. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.